ഹായ് ഹലോ, എൻ്റെ പേര് അജേഷ് ജോ, വൺ ഓഫ് ദി കെമിസ്ട്രി ഫാക്കൽറ്റി ഇൻ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലായിട്ടും ഓഫ്ലൈൻ ക്ലാസ്സുകളായിട്ടും പരസ്പരം കണ്ടിട്ടുള്ളവരാണ്. ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിലും എപ്പോഴും എല്ലാ കെമിസ്ട്രിക്കാരെ പോലെ ഞാനും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് കെമിസ്ട്രിക്കാണ്. നമ്മളുടെ ഡിസംബർ മാസം ഏകദേശം പകുതിയോളം അടുത്തു. ജനുവരിയിൽ നമുക്കറിയാം നമ്മൾ കാത്തിരിക്കുന്ന ഭയങ്കര ഒരു വലിയ ചലഞ്ചാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബ്രില്യൻറ്റിലെ നമ്മളുടെ JEE മെയിൻസ് ബാച്ചിനെ സംബന്ധിച്ച് അതൊരു വലിയ ചലഞ്ച് അല്ല എങ്കിലും JEE മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, എസ്പെഷ്യലി ഫിസിക്സ് ആൻഡ് മാത്സ്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രി ആയിരിക്കും. അപ്പോൾ പണ്ടൊക്കെ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് വരെ കെമിസ്ട്രി ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ കെമിസ്ട്രി സബ്ജക്റ്റിനോടോ നിങ്ങൾ, അതായത് JEE കുട്ടികൾ അധികം ഒരു സഹകരണം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അന്ന് മുതൽ എല്ലാവരും, ഡയറക്ടേഴ്സ് അടക്കം എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്, കെമിസ്ട്രിയാണ് പഠിക്കാൻ കുറച്ചുകൂടി ഈസി കമ്പയർഡ് ടു ഫിസിക്സ് ആൻഡ് മാത്സ്. നിങ്ങൾക്ക് തന്നെ അറിയാം, മാത്സ് നമ്മൾ എത്ര പഠിച്ചാലും ചില ക്വസ്റ്റ്യൻസ് ലെങ്തി ആയിട്ട് കിട്ടുമ്പം നമുക്ക് ആ സമയത്ത് തീർക്കാൻ പറ്റില്ല. പക്ഷേ കെമിസ്ട്രിയിൽ അങ്ങനെ ഒരു വിഷയമില്ല. ആകെ നമ്മളോട് കുറച്ച് ലെങ്തി ആയിട്ട് ചോദിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഓർഗാനിക്കാണ്. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി എനിക്ക് തോന്നുന്നത് നിങ്ങൾ IIT-കാരായതുകൊണ്ട് അത്യാവശ്യം നിങ്ങൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് പ്രോബ്ലം സോൾവിങ്ങിൽ. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് കെമിസ്ട്രിയാണ് ഫിസിക്സിനേക്കാളും മാത്സിനേക്കാളും മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പം. 20+5 25 ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കാം. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളിനി ഫുള്ള് തിയറി ആദ്യം മുതൽ പഠിച്ചുകൊണ്ടിരിക്കാതെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എസ്പെഷ്യലി നമ്മുടെ PYQs. ഇപ്പോൾ 2025 വരെയുള്ള JEE മെയിൻസ്, 24 JEE മെയിൻസ്, 25 JEE മെയിൻസിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ ബേസ്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇയർ ബേസ്ഡ് ആണ് ചെയ്യാൻ ഇഷ്ടമെങ്കിലും ചെയ്ത് ക്വസ്റ്റ്യൻസിൽ നല്ല രീതിയിലുള്ള ഒരു ഒരു പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് എക്സാം ഹോളിൽ പോയിരിക്കുന്ന സമയത്ത് നിങ്ങൾ പുതിയൊരു എക്സാം എഴുതാൻ പോവുകയാണ് അല്ലെങ്കിൽ വേറെ എന്തോ വലിയ ചലഞ്ചാണ് നമ്മുടെ മുമ്പിലുള്ള അങ്ങനെയുള്ള ഒരു തോന്നൽ ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഇവിടെ നമ്മൾ നടത്തിയ എക്സാമിനേഷൻ ആണെങ്കിലും കെമിസ്ട്രിക്കും ഫിസിക്സിനും മാത്സിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് ടീച്ചേഴ്സ് പറയേണ്ടതെങ്കിലും നിങ്ങളൊരു JEE സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഞങ്ങളടക്കം, അതായത് ഫിസിക്സുകാരും മാത്സുകാരും എല്ലാവരും പറയുന്ന കാര്യം, നിങ്ങൾ കെമിസ്ട്രിക്ക് കൂടുതൽ ഒരു മുൻതൂക്കം കൊടുക്കണം. അങ്ങനെ കൊടുത്താലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ കിട്ടുകയും മാർക്കിലേക്ക് വരികയും ചെയ്യുക. പിന്നെ നിങ്ങൾക്കറിയാം NCERT ഫുള്ള് വായിക്കണം എന്നുള്ളതാണ് ഒരു അൺറിട്ടൺ റൂള് എങ്കിലും നമ്മളെ സംബന്ധിച്ച് സമയം വലിയൊരു ഫാക്ടർ ആയതുകൊണ്ടും ചില ചാപ്റ്ററിലെ ലാംഗ്വേജുകൾ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടും നമുക്ക് ചിലപ്പോൾ ഫുള്ള് വായിച്ചെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പം എസ്പെഷ്യലി നിങ്ങൾ ഓർഗാനിക് ആൻഡ് ഫിസിക്കൽ അത് NCERT വായിച്ചില്ലെങ്കിലും ഒരു വലിയ വിഷയത്തിലേക്ക് പോകത്തില്ല. പക്ഷേ ഇൻഓർഗാനിക് ഈച്ച് ആൻഡ് എവറി ലൈൻ അത് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും വായിച്ചിരിക്കണം. പക്ഷേ ഇൻഓർഗാനിക്കിൽ നിന്ന് ഡയറക്റ്റ്ലി നമ്മുടെ NCERT സെൻറ്റൻസുകൾ അങ്ങനെ തന്നെ ക്രോപ്പ് ചെയ്തിട്ടാണ് അവർ ചോദിക്കുക. അപ്പം നിങ്ങളെ സംബന്ധിച്ച് കെമിസ്ട്രിയിൽ ആകെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻഓർഗാനിക് മാത്രമാണ്. പക്ഷേ ഇൻഓർഗാനിക് ചാപ്റ്ററുകളുടെ എണ്ണം വളരെയധികം കുറവാണ്, കുറേയധികം ചാപ്റ്ററുകൾ കട്ടായിപ്പോയി. അപ്പം നിങ്ങൾ ആകെ നോക്കേണ്ടത് ഈ ഇൻഓർഗാനിക് കെമിസ്ട്രിയാണ്. അപ്പോൾ കെമിസ്ട്രി ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട, PYQ എടുത്ത് ചെയ്താൽ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടത്തേ ഉള്ളൂ. ഒരിക്കലും നമ്മൾക്ക് പറ്റാത്തൊരു കാര്യം അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഒരിക്കലും എക്സാമിന് ചോദിക്കത്തില്ല. നിങ്ങൾ പലതവണ ഇവിടുത്തെ എക്സാമിന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ മാത്രമേ നിങ്ങൾ JEE മെയിൻസ് എക്സാമിനും കാണുള്ളൂ. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, വളരെ നന്നായിട്ട് പോയി എക്സാം എഴുതുക. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് JEE മെയിൻസിന് ശേഷം തിരിച്ചു വന്നിട്ട് അഡ്വാൻസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ചാപ്റ്റർ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം, ഇതൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾ എന്തായാലും എക്സാം നന്നായിട്ട് എഴുതുക ആൻഡ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.